അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. തിബ്ബിൽ ഖുലൂബ് സഹായ സംഘം നിലമേൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും മറഹബ മറഹബ മറഹബ. അർഹമുറാഹിമായ രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, ഞങ്ങൾ അറിഞ്ഞുകൊണ്ടും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്തു പോയ സർവ പാപങ്ങളും നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ അല്ലോ. അള്ളാഹുവേ, നമുക്കെല്ലാവർക്കും ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനേ. ഞങ്ങളുടെ മാതാപിതാക്കളോട് നീ കരുണ കാണിക്കണേ അല്ലോ. ഞങ്ങളുടെ ഉപജീവനങ്ങളിൽ നീ ബർക്കത്ത് ചൊരിയണേ റഹ്മാനേ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ അല്ലാ. തിബ്ബിൽ ഖുലൂബ് സഹായ സംഘത്തെ ആശ്രയിച്ച് കഴിയുന്ന സാധുക്കളായ രോഗികൾക്ക് വേണ്ടി പല പല സഹായങ്ങൾ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനേ. അവരെയെല്ലാം നീ സഹായിക്കണേ അല്ലോ. അവരാരെയും നീ ഒരിക്കലും പരാജയപ്പെടുത്തല്ലേ റഹ്മാനേ. ദുനിയാവിലും ആഖിറത്തിലും നീ അവരെയെല്ലാം രക്ഷപ്പെടുത്തണേ അല്ലോ. അള്ളാഹുവേ, ഈ ചാനലിലെ എല്ലാ വരിക്കാർക്കും റഹ്മാനെ ആഫിയത്തോടുകൂടിയുള്ള ദീർഘായുസ്സും അവരുടെ ജീവിതത്തിൽ ബർക്കത്തും കൊടുക്കണേ അല്ലോ. അവരുടെ ഉപജീവനങ്ങളെല്ലാം നീ വിശാലമാക്കി നല്ല സമ്പാദ്യം വർദ്ധിപ്പിച്ചു കൊടുക്കണേ റഹ്മാനേ. ആമീൻ ആമീൻ ആമീൻ. പരിശുദ്ധമായ ശഅബാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്. ഇനി ഇൻഷാ അല്ലാഹ് 29 28 ദിവസങ്ങൾ കഴിയുമ്പോൾ പരിശുദ്ധമായ റമളാൻ നമ്മളിലേക്ക് വരികയാണ്, അണയുകയാണ്. അല്ലാഹുവേ, ആ പരിശുദ്ധമായ റമളാനിലെ എല്ലാ നോമ്പുകളും പിടിച്ചു വീടുവാനും അതിൽ ബാക്കിയുള്ളതായ എല്ലാ അമലുകളും ചെയ്തു തീർക്കുവാനും നീ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉദവി ചെയ്യണേ റഹ്മാനേ. ആമീൻ. അപ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ് ഇനി അങ്ങോട്ട് റമളാനിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം നമ്മളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും എല്ലാത്തിലും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഗൗനിക്കേണ്ടതുണ്ട്. പാവങ്ങളിൽ നിന്നൊക്കെ അകന്ന് കൃത്യമായി നമസ്കരിച്ച് നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്നതിൽ നിന്ന് ഒരു ഓഹരി പാവങ്ങൾക്ക് സാധുക്കൾക്കൊക്കെ കൊടുത്ത് നമ്മളുടേതായ ഒരു ജീവിതം നല്ലതുപോലെ ഒന്ന് കെട്ടിപ്പടുക്കാനുള്ള ഒരു അവസരമാണ് ഈ പരിശുദ്ധമായ ശഅബാൻ. അപ്പോഴത്തേക്ക് നമ്മൾ റമളാനിലേക്ക് ഇൻഷാ അല്ലാഹ് എത്തുമ്പോൾ നമ്മളുടെ മനസ്സ് ഏതാണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ പാകത്തിലായി വരും. റമളാൻ മാസം നമ്മളിലേക്ക് സമാഗതമായി എന്നറിഞ്ഞാൽ നമ്മളുടെ ഹൃദയം മൊത്തവും അള്ളാഹുവിലേക്കാകും. അതുകൊണ്ട് അതിനുവേണ്ടി മുസൽമാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കണം. നമ്മൾ പരിശ്രമിച്ചാൽ പോരാ, പരിശ്രമിച്ച് നമ്മൾ വിജയം കണ്ടെത്തണം. അതാണ് വേണ്ടത്. ഇന്നിവിടെ വിശദീകരിക്കുന്ന ആയത്ത് പരിശുദ്ധമായ ഖുർആനിലെ 2-ാമത്തെ അധ്യായമായ സൂറത്തുൽ ബഖറയിലെ 80, 81, 82 ഇങ്ങനെ 3 ആയത്തുകളാണ്. ഇപ്പൊ ഈ 80-ാമത്തെ ആയത്തിൽ തൊട്ട് പറയുന്നത് ഈ ജൂതന്മാരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല തെളിവ് ചോദിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ജൂതന്മാരും അവരുടെ പുരോഹിതന്മാരുമൊക്കെ ഓരോ കുടന്തൻ ന്യായങ്ങൾ പറയാറുണ്ട്. അപ്പം അതിനൊക്കെ അള്ളാഹു
തെളിവ് ചോദിക്കണം. നമുക്ക് പരിശുദ്ധമായ ഖുർആനിലേക്ക് പോകാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖാലൂ ലൻ തമസ്സനൻ നാറു ഇല്ലാ അയ്യാമൻ ലൻ തമസ്സനൻ നാറു ഇല്ലാ അയ്യാമൻ മഅദൂദാ ഖുൽ അത്തഖദതും ഇൻദല്ലാഹി അഹ്ദൻ ഫലൻ യഖ്ലിഫല്ലാഹു അഹ്ദാ അം തഖൂലൂന അലല്ലാഹി മാ ലാ തഅലമൂൻ. ഇതാണ് ആദ്യത്തെ ആയത്ത്. ഇതിലാണ് അള്ളാഹു തെളിവ് ചോദിക്കുന്നത്. വഖാലൂ ലൻ തമസ്സനൻ നാറു ഇല്ലാ അയ്യാമൻ മഅദൂദാ. ജൂതന്മാര് പറയുന്നു, അല്പദിവസം മാത്രമേ ഞങ്ങൾ നരകശിക്ഷ അനുഭവിക്കുകയുള്ളൂ. ജൂതന്മാര് പറയുകയാണ്, റസൂലിനോട് പറയുകയാണ്, ഞങ്ങൾ കുറച്ച് ദിവസമേ നരകശിക്ഷ അനുഭവിക്കുകയുള്ളൂ. ഖുൽ അത്തഖദതും ഇൻദല്ലാഹി അഹ്ദാ. അങ്ങനെ അള്ളാഹു നബിയോട് പറയുകയാണ്, നബിയേ അവരോട് ചോദിക്കുക, നിങ്ങൾ അള്ളാഹുവിങ്കൽ നിന്ന് വല്ല കരാറും വാങ്ങിയിട്ടുണ്ടോ? കുറച്ച് ദിവസമേ നരകത്തിൽ താമസിക്കുകയുള്ളൂ എന്ന് അള്ളാഹുവിൽ നിന്ന് വല്ല കരാറും നിങ്ങൾ മേടിച്ചിട്ടുണ്ടോ എന്ന് നബിയെ അവരോട്, ആ ജൂതന്മാരോട് ചോദിക്കൂ എന്ന് അള്ളാഹു പറഞ്ഞു കൊടുക്കുക. ഫലൻ യുഖ്ലിഫല്ലാഹു അഹ്ദാ. എന്നാൽ അള്ളാഹു തന്റെ കരാറ് തീർച്ചയായും ലംഘിക്കുകയില്ല. അങ്ങനെ നിങ്ങൾ കരാറ് മേടിച്ചിട്ടുണ്ട് എങ്കിൽ ആ കരാറ് അല്ലാഹു ഒരിക്കലും ലംഘിക്കുകയില്ല. അങ്ങനെ കരാറ് വല്ലതും അള്ളാഹു തന്നിട്ടുണ്ട് എങ്കിൽ ഒരിക്കലും ആ കരാർ അള്ളാഹു പിൻവലിക്കുകയില്ല. നിങ്ങൾ കുറച്ച് ദിവസമേ നരകത്തിൽ കിടക്കൂ എന്നാണ് പറയുന്നത്. അവരുടെ നിഗമനമാണത്. അം തഖൂലൂന അലല്ലാഹി മാ ലാ തഅലമൂൻ. അതല്ല, വേദങ്ങളും പ്രവാചകന്മാരും മുഖേന നിങ്ങൾക്ക് അറിവ് കിട്ടാത്തത് അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾ ആരോപിക്കുകയാണോ എന്ന് നബിയേ അവരോട് ചോദിക്കുക. ആ ജൂതന്മാരോട് ചോദിച്ചു നോക്കുകയാ റസൂലല്ലാഹ്. ഇനി ഇൻഷാ അല്ലാഹ് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടി ആലാപനത്തിലേക്ക് കടക്കുകയാണ്. ജൂതന്മാർ പറയുന്നു, നരകത്തിലവരുമേ അല്പം ദിവസമേ കാണുകയുള്ളല്ലോ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഈ ജൂതന്മാർ പറയുകയാണ്, ഏ മുഹമ്മദേ, ഞങ്ങൾ കുറച്ച് ദിവസം മാത്രമേ നരകത്തിൽ കാണുകയുള്ളൂ, ബാക്കി എല്ലാ ദിവസവും ഞങ്ങൾ സ്വർഗത്തിലായിരിക്കും. ഞങ്ങളും ശുദ്ധരാ പരിശുദ്ധവാന്മാരാ, അതുകൊണ്ട് ഞങ്ങളിൽ തെറ്റൊന്ന് വന്നാലോ. അതിന് വിശദീകരണവും കൂടെ കൊടുക്കുകയാണ്. ഏ മുഹമ്മദേ, ഞങ്ങൾ ശുദ്ധന്മാരാണ്, ഞങ്ങൾ നല്ല ആൾക്കാരാണ്, ഞങ്ങൾ അള്ളാഹുവിന് വേണ്ടപ്പെട്ട ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ തെറ്റെങ്ങാണം സംഭവിച്ചു പോയാൽ അതൊക്കെ അള്ളാഹു മറന്നുകൊണ്ട്, അതൊക്കെ അള്ളാഹു പുറത്തുകൊണ്ട് ഞങ്ങളെ നരകത്തിൽ കുറച്ച് ദിവസം ജീവിപ്പിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് അയക്കും മുഹമ്മദേ. അതുകൊണ്ട് നിന്റെ വേദഗ്രന്ഥവുമായിട്ട് നീ മടങ്ങിക്കൊള്ള മുഹമ്മദേ. ആ തെറ്റ് അല്ലാഹു പുറത്തങ്ങ് തന്നേക്കും. അതുകൊണ്ട് ഞങ്ങളെ അല്പം ദിവസമേ നരകത്തിൽ അല്ലാഹു
ഇടുകയും ഉള്ളല്ലോ. ഇങ്ങനെ ജൂതന്മാർ ചോദിച്ചു നബിയോട്. അതിനുള്ള മറുപടി അല്ലാഹ് പറയുന്നു, പറയണം നബിയാരെ ജൂതർ അവരോട്. അല്ലാഹ് പറഞ്ഞത് നബിയും അവരോട് ചോദിച്ച രംഗമാ ഞാനും പറയുന്നേ. നബിയും അവരോട് ചോദിച്ചു, ജൂതരെ വല്ല കരാറുമേ വാങ്ങിയോ അല്ലാഹു? അല്പദിവസമേ നരകത്തിൽ കിടക്കുകയുള്ളൂ എന്ന് പറഞ്ഞ ജൂതന്മാരോട് പ്രവാചകൻ ചോദിക്കുകയാണ്, അല്ല, നിങ്ങൾ അള്ളാഹുവിനോട് വല്ല കരാറും മേടിച്ചുവോ? വല്ല കരാറുമേ നിങ്ങൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്തുവോ? ഒന്ന് പറഞ്ഞാട്ടെ. അല്ലാഹു വല്ല കരാറും നിങ്ങളോട് ചെയ്തിട്ടുണ്ട് എങ്കിൽ എനിക്ക് കൂടി ഒന്ന് പറഞ്ഞു തരുമോ എന്ന് പ്രവാചകൻ അവരോട് ചോദിക്കുകയാണ്. വല്ല കരാറുമേ അല്ലാഹു നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ട് ഉണ്ടെങ്കിൽ അവനുമേ ലംഘിക്കയില്ലല്ലോ. അവനും പറഞ്ഞുള്ള കരാറുമേ തന്നാലെ ലംഘിക്കയില്ലെന്നേ. നരകത്തിൽ കുറച്ച് ദിവസമേ നിങ്ങളെ ഇടുകയുള്ളൂ എന്ന് അല്ലാഹു നിങ്ങളോട് കരാറ് തന്നിട്ടുണ്ട് എങ്കിൽ അവൻ ആ കരാറ് ഒരിക്കലും ലംഘിക്കുകയില്ല എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ജൂതരോട് പറഞ്ഞു വരുന്നത്. ഞാനുമേ ഒരു കാര്യം ചോദിക്കാൻ പോകുക, മറുപടി നിങ്ങളും നൽകണം ഉറപ്പായും. വേദം മുഖേനയും പ്രവാചകർ തന്നീലും നിങ്ങൾക്ക് കിട്ടാത്ത അറിവിന്റെ പേരില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മുരട്ട് ന്യായങ്ങൾ ജൂതന്മാരുടെ വായിൽ നിന്ന് വന്നപ്പോൾ അള്ളാഹുവിന്റെ റസൂല് ചോദിക്കുകയാണ്, വേദം മുഖേനയോ അതല്ല പ്രവാചകൻ മുഖേനയോ, പ്രവാചകർ മുഖേനയോ നിങ്ങൾക്ക് കിട്ടാത്ത ഇതുപോലുള്ള അറിവിന്റെ പേരിൽ, അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾ കള്ളം പറയുകയാണോ, കെട്ടിച്ചമച്ചുണ്ടാക്കുകയാണോ? അല്ലാഹുവിൻ പേരില് നിങ്ങളും പറയുന്ന കെട്ടിച്ചമച്ചുള്ള വാക്കാണോ തന്നാണോ? പ്രവാചകന്മാര് നിങ്ങളടുത്ത് വന്ന് പറഞ്ഞോ, നിങ്ങൾ അല്പദിവസമേ നരകത്തിൽ കിടക്കുകയുള്ളൂ എന്ന്? ഒരിക്കലും പറഞ്ഞില്ലല്ലോ. അതല്ല, വേദത്തിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായോ? അതും ഇല്ലല്ലോ. പിന്നെ നിങ്ങൾ എന്തിനാണ് അള്ളാഹുവിന്റെ പേരിൽ പച്ചക്കള്ളം പറയുന്നത് എന്ന് പ്രവാചകൻ ചോദിക്കുകയാണ്. ഇതുപോലെ ചോദിക്കൂ നബിയാരെ, അല്ലാഹ് പറയുന്നു നബിയോട് തന്നാണേ. ഇതേപോലെ അങ്ങ് ചോദിക്കും നബിയേ, അവർക്ക് ഉത്തരം മുട്ടിപ്പോകും ഹബീബേ. ബലാമൻ കസബ സയ്യതൻ വഹാത്തത് ബിഹി ഖതിഅതുഹു. അങ്ങനെയല്ല, ആര് ദുഷ്കൃതം ചെയ്യുകയും പാപത്തിന്റെ വലയത്തിൽ പെടുകയും ചെയ്യുന്നവോ, ഇതിനെയൊക്കെ തള്ളിക്കൊണ്ട് അല്ലാഹു പറയുകയാണ്, ബലാ മൻ കസബ സയ്യഅതൻ വഹാത്തത് ബിഹി ഖതിഅതുഹു. അങ്ങനെയല്ല കാര്യം കേട്ടോ, ആര് ദുഷ്കൃത്യം ചെയ്യുകയും പാപത്തിന്റെ വലയത്തിൽ പെടുകയും ചെയ്യുന്നവോ, ഫൗലായിക അസ്ഹാബുന്നാരി ഹും ഫീഹാ ഖാലിദൂൻ.
അവരാണ് നരകവാസികൾ നബിയേ, അവരാണ് നരക അവകാശികൾ നബിയേ. മാത്രവുമല്ല, അവർ ആ നരകത്തിൽ നിത്യമായി വസിക്കുന്നവരായിരിക്കും. ആ നരകത്തിൽ അവർ നിത്യവാസികളായിരിക്കും നബിയേ. വല്ലദീനാമനൂ, മറിച്ച് ഇനി സത്യവിശ്വാസം കൈക്കൊണ്ടവരാണ് എങ്കിലോ, വാമിലുസ്സാലിഹാത്ത്, സൽക്കർമ്മം പ്രവർത്തിച്ചവരും ആണെങ്കിലോ, ഉലൈക അസ്ഹാബുൽ ജന്ന, അങ്ങനെയുള്ളവർ മാത്രമാണ് സ്വർഗത്തിന്റെ അവകാശികൾ നബിയേ. ഹും ഫിഹാ ഖാലിദൂൻ, അങ്ങനെയുള്ളവർ ആ സ്വർഗത്തിൽ ശാശ്വതമായി എന്നും എന്നും അതിൽ ജീവിക്കും നബിയേ. വിജയം ഇതാ നേടല്ലാർക്കും ആകാം, ആരേം അവകാശം അല്ലേ അല്ല. ആര് ദുഷിച്ചുള്ള കർമ്മം ചെയ്തോ, ആരേ ഇതാ പാപം വലയം വെച്ചോ. അള്ളാഹു പറയുകയാണ്, വിജയം ആർക്കും നേടാം, അത് ആരുടെയും ഒരു സ്വത്ത് അല്ല, ആരുടെയും അവകാശമല്ല. ആർക്ക് വേണമെങ്കിലും വിജയം നേടാം. എന്നിട്ട് അള്ളാഹു പറയുകയാണ്, ആര് ദുഷിച്ചുള്ള കർമ്മങ്ങൾ ചെയ്തോ, ആര് തിന്മ ചെയ്തോ, ആര് നന്മ ചെയ്യാതെ തിന്മ ചെയ്തോ, ദുഷ്കർമ്മം ചെയ്തോ, അവർക്ക് നരകം തന്നെയാണ് നബിയേ. അവരെ ഇതാ പാപങ്ങൾ കൊണ്ട് വലയം ചെയ്തിരിക്കുകയാണ്. അവർക്ക് ആ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് തോന്നുന്നില്ല എങ്കിൽ, അവർ രക്ഷപ്പെട്ടില്ല എങ്കിൽ അവർക്ക് നരകം തന്നെയാണ് നബിയേ. അവർക്കാണേ അവർക്ക് മാത്രം നരകം, അവർക്കാണേ എന്നും എന്നും. ദുഷ്കർമ്മത്തിന്റെ പാപവലയത്തിൽ നിന്ന് മോചിതരാകാത്ത ആ ആളുകൾക്കാണ് എന്നും എന്നും നരകം. അവര് അതിൽ നിത്യവാസികളായിരിക്കും നബിയേ. നബിയെ ഉണർത്തുകയാണ്, അതുവഴി ലോക ജനതയെ അല്ലാഹു ഉണർത്തുകയാണ്. അവരും മദീനാനേ താമസവും, സ്ഥിരമായി അവർക്കുള്ള വീടും തന്നെ. എന്നും അവരവിടെയാണ് താമസം, ആ നരകത്തിൽ തന്നെയാണ് അവരുടെ താമസം, അവരുടെ വീടും അത് തന്നെയാണ്. ആര് ഇതാ സത്യം വഹിച്ചു എന്നാൽ, ആരേ കർമ്മം കർമ്മം ചെയ്തു, അവർക്കുമേ അവർക്ക് മാത്രം സ്വർഗം നദാവാസം, സ്വർഗം തന്നിൽ. ആര് നന്മ ചെയ്തുവോ, ആര് സൽക്കർമ്മങ്ങൾ ചെയ്തുവോ, ആര് അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചവോ, ആര് അള്ളാഹുവിന്റെ പ്രവാചകരിൽ വിശ്വസിച്ചവോ, അവർക്ക് മാത്രമാണ് സ്വർഗം. അത് മാത്രവുമല്ല, അവർ എന്നും എന്നും ആ സ്വർഗത്തിൽ നിത്യവാസികളായിരിക്കും നബിയേ എന്നല്ലാഹു പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അവരും സ്വർഗത്തിൽ എന്നും എന്നും സ്ഥിരവും ഇതാ താമസം അവർ തന്നാണേ.
അല്ലാ പൊറുക്കേണേ സകല പാപം ഞങ്ങൾക്കിതാ ഉള്ളത് പൊറുക്ക് നീയേ. അല്ലാഹുവേ, ഞങ്ങളുടെ സകല പാവങ്ങളും നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ റഹ്മാനേ. കരുണായിതാ ചെയ്യ് ഞങ്ങളോട് എന്നും ഇതാ നിത്യം ചെയ്യണമേ. അല്ലാ അല്ലാ, ഞങ്ങളോട് നീ കരുണ ചെയ്യണേ റഹ്മാനേ. എന്നും നിത്യമായി നീ ഞങ്ങളോട് കരുണ ചെയ്യണേ അല്ലാ. നീ ഞങ്ങളെ ഒഴിവാക്കല്ലേ റബ്ബേ. നീ ഞങ്ങളെ കാണാതെ പോകരുതേ റബ്ബേ. ഞങ്ങളോട് നീ കരുണ കാണിക്കണേ അല്ലാ. ഞങ്ങളുടെ കുടുംബത്തിൽ നീ കരുണ ചെയ്യണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരിൽ നീ കരുണ ചെയ്യണേ അല്ലാ. താഹ റസൂലുള്ളാഹ് നബിയോടൊപ്പം കൂട്ട് സുബർക്കത്തിൽ ഞങ്ങളെയും അല്ലാ അല്ലാ. അല്ലാഹുവേ, നിന്റെ ഹബീബ് ഞങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഞങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അല്ലാ അല്ലാ. മാതാപിതാ ഗുരു സഹായിച്ചവർ മക്കൾ അഹിലുകാർ എല്ലാരെയും അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളെയും അല്ലാഹുവേ, ഞങ്ങളുടെ ഗുരുനാഥന്മാരെയും അല്ലാഹുവേ, ഞങ്ങളെ സഹായിച്ചവരെയും അല്ലാഹുവേ, ഞങ്ങളെ മക്കൾ ഭാര്യമാരെയും അല്ലാഹുവേ, ഞങ്ങളെ അഹ്ലുകാരെയും എല്ലാവരെയും നീ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടാൻ നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. ആമീൻ 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 ആമീൻ. യാ ദൽ ജലാലേ നീ റഹ്മാനല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.